അസ്സലാമു അലൈക്കും. സൂറ അൽ അനമിൽ തന്നെ 11 മുതലാണ് പറയാൻ പോകുന്നത്. നബിയെ പറയുക, നിങ്ങൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, എന്നിട്ട് സത്യനിഷേധികളുടെ പര്യവാസനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കൂ. ചോദിക്കുക, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം ആരുടേതാകുന്നു? പറയുക, അള്ളാഹുവിൻ്റെതത്രേ. അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ ബാധ്യതയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സ്വദേഹങ്ങളെ തന്നെ നഷ്ടത്തിലാക്കിയവരത്രേ അവർ, അതിനാൽ അവർ വിശ്വസിക്കുകയില്ല. സ്വദേഹങ്ങളെ തന്നെ അവർ നഷ്ടത്തിലാക്കി എന്ന് പറയുമ്പോൾ സൃഷ്ടാവ് എന്ന സത്യത്തിന് തെളിവാണ് നമ്മുടെ മനുഷ്യ ശരീരം എന്നുള്ളത്. അപ്പൊ അതുപോലെ അവർ നഷ്ടത്തിലാക്കി എന്ന് പറയുമ്പോൾ യഥാർത്ഥ സത്യങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല. ഇവിടെ തുടക്കത്തിൽ പറയുന്നത് എന്താ? ആകാശഭൂമിയിലുള്ളതെല്ലാം ആരുടേതാവെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെതാണ്. അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അവന്റെ കാരുണ്യാണ് നമ്മൾ 24 മണിക്കൂറും ആശ്രയിക്കുന്ന ഒന്ന്. അത് സ്വന്തം പേരിൽ അവന് ബാധ്യതയായിട്ട് നമ്മളിൽ രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മളെ കൈകളിൽ അള്ളാഹുവിന്റെ ആ നാമുണ്ട്. ഇനി ഇത് നമ്മളിൽ മാത്രമാണോ പറയുന്നതല്ല, ബൈബിളിൽ അതിന് തെളിവുണ്ട്, ഭഗവത്ഗീതയിൽ അതിന് തെളിവുണ്ട്. സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ കയ്യിൽ മുദ്ര ചെയ്തതെന്ന് ബൈബിള് പറയുന്നുണ്ട്, തൗറാത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ യഥാർത്ഥ സത്യം സൃഷ്ടാവിലേക്ക് തന്നെ എത്തി വരും, അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് തന്നെ എത്തി വരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അവൻ്റെതാകുന്നു രാത്രിയും പകലിലും അടങ്ങിയതെല്ലാം. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ. അപ്പൊ രാവും പകലും സൃഷ്ടാവിന്റെ കൈകളുടെ പ്രവൃത്തിയാണ്, സൃഷ്ടാവിന്റെ അംശമാണ്. അപ്പൊ അതുവഴി നമ്മളെല്ലാ കാര്യവും അറിയുന്നുണ്ട് എന്നുള്ള ആ ഒരു സൂചനയാണ് പിന്നെ ഇവിടെ പറയുന്നത്. അതിൽ 14 പറയുന്നത്, പറയുക, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അള്ളാഹു അല്ലാതെ ഞാൻ രക്ഷാധികാരിയായി സ്വീകരിക്കുകയോ? അവനാകട്ടെ ആഹാരം നൽകുന്നു, അവൻ ആഹാരം നൽകപ്പെടുകയില്ല. പറയുക, തീർച്ചയായും അള്ളാഹുവിന് കീഴ്പ്പെട്ടവരിൽ ഒന്നാമനായിരിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നീ ഒരിക്കലും ബഹുദൈവാരാധകരിൽ പെട്ടുപോകരുത്. ആകാശഭൂമികളുടെ നിയന്ത്രണം സൃഷ്ടാവിന്റെ കൈകളിലാണ്. അവനാണ് നമുക്ക് ആഹാരം നൽകുന്നത്, എന്നാൽ അവന് ആഹാരം നൽകപ്പെടുന്നില്ല. സൃഷ്ടാവ് നമ്മളെ പോലെ ആഹാരം കഴിക്കുന്നില്ല. അപ്പൊ ആ ഒരു സൃഷ്ടാവിൽ കീഴ്പ്പെട്ട് നിൽക്കാനാണ്, അല്ലെങ്കിൽ ഒന്നാമനായിരിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരിക്കലും ബഹുദൈവ വിശ്വാസത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ ബൈബിളിലായാലും ഭഗവത്ഗീതയിലായാലും വിശുദ്ധ ഖുർആനിലായാലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സൃഷ്ടാവിന്റെ സത്യം തന്നെയാണ് അവിടെ ഒക്കെ പറയുന്നത്. പക്ഷെ എന്നിട്ടും നമ്മൾ സൃഷ്ടാവിനെ പങ്കാളിയാക്കുന്നുണ്ടെങ്കിൽ, മറ്റൊന്നിനോട് പങ്ക് ചേർക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന തെറ്റ് എത്രത്തോളാണെന്നുള്ളത് നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാം.